ഞങ്ങളിത് കടലപ്പരിപ്പിന്റെ പായസം ഉണ്ടാക്കാൻ പോകുന്നു. കടലപ്പരിപ്പും അതുപോലെ തന്നെ സാഗും ചവ്വരി എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 കിലോ കടലപ്പരിപ്പിന് 1/2 കിലോ വെല്ലം എടുത്തിന്. പിന്നെ 1 പിടി ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ ആദ്യം ഇത് വേവിച്ചിട്ട് വരാം. കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് വരാം. കുക്കറിലിട്ട് കൊടുക്കാം. കഴുകിയിട്ട് കൊണ്ടുവരാം. കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. നാല് വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ആക്കാം. ഇപ്പോൾ തീ ഇത് ചണിയിട്ടിപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ എല്ലാം അരച്ചിട്ട് വരാം. മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി ഇതിട്ട് കൊടുക്കാം. കുറച്ച് പച്ച തേങ്ങ എടുക്കണം, കുറച്ച് ഇളയ തേങ്ങ, അതായിരിക്കും ടേസ്റ്റ്. ഇനിയിലേക്ക് 1 പിടി പച്ചരി എടുത്തിട്ടുണ്ട്. നേരത്തെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയ പച്ചരി കഴുകിട്ട് വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഒരു 2 ഏലക്ക ഇടുന്നുണ്ട്, കഴുകിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. നല്ല മയത്തിൽ അരച്ചിട്ട് കൊണ്ടുവരണം. ഇതാ തേങ്ങയും അരിയും നല്ല നൈസായിട്ട് അരക്കണം. ഇനി നമുക്ക് ഈ വെല്ലത്തിനൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. വെല്ലത്തിന് പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ട് അരിച്ചെടുക്കാം. വെല്ലെല്ലാം നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. ഈ മേലത്തെ ഇത് നമുക്ക് എടുക്കാം. അതിൻ്റെ പാത്രം ഇതാ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. നല്ലോണം വെന്തിട്ട് ഉടഞ്ഞിട്ടില്ല. ഇനി ചവ്വരി വേവാനുണ്ടല്ലോ, അപ്പോൾ വെന്തോളൂ. പായസം ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചു. ഇനിയിലേക്ക് കുറച്ച് നെയ്യ് ഇടുന്നു, ഒരു 1/2 ടീസ്പൂണ്. ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. ഇനി പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ കുതിർത്തിയ ചവ്വരി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം വേവട്ടെ ചവ്വരി. ചവ്വരി എല്ലാം വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കടലപ്പരിപ്പ് ഇങ്ങനെ കുറച്ച് ഒടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെല്ലം അരച്ചൊഴിക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുണ്ട്. വെള്ളം ഇട്ടിട്ട് വേഗം അടുക്കി പിടിക്കുന്നേ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഇട്ടിട്ട് ചേർക്കാം. ഇനി ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസം. തേങ്ങാപ്പാലൊന്നും എടുക്കണ്ട. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന അധികം. ഇതിൽ കുറച്ച് അരിയിട്ടത് കൊണ്ട് വേഗം കട്ടിയാവും. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്ന 2 കല്ല്. പായസത്തിന് ഒരു നുള്ളു ഉപ്പിടണമല്ലോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും പറയുന്നു. നല്ലോണം തിളക്കട്ടെ. ഇതാ നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി ഏലക്കപ്പൊടി ഇടാം.
ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഫ്ലെയിം ഓഫ് ആക്കാം. ആയിപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടെങ്കിൽ ആയി. ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇളയ തേങ്ങ നോക്കിയിട്ട് എടുക്കണം. ഉണങ്ങിയ തേങ്ങ അല്ല, കുറച്ച് ഇളയത് നോക്കിയിട്ട് എടുത്താൽ നല്ല പാകം ഉണ്ടാവും. ഇതിട്ട് കൊടുക്കാം. അപ്പോൾ പായസം റെഡിയായി. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പായസം. എന്താ ഇതിനി തണിയുമ്പോൾ ഇനിയും തിക്കാണ്, കട്ടിയായിട്ട് വരും.